കുടുംബസ്വത്തിനും സർക്കാർ ജോലിക്കും വേണ്ടി അച്ഛനെയും അമ്മയെയും മകൾ കൊലപ്പെടുത്തിയോ? ജയ്പൂരിൽ 45 വയസ്സുള്ള LD ക്ലാർക്കായ മധ്യവയസ്ക കാറിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിലെ അന്വേഷണത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. അതീവ ഗുരുതരമായ ആരോപണം മകൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് സ്വന്തം കുടുംബവും. ജയ്പൂർ പ്രതാപ് നഗറിലെ നീരജ ശർമ്മ കൊല്ലപ്പെട്ട കേസിൽ മകൾ ആയുഷി ശർമ്മ അടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആയുഷിയാണ് അവരുടെ സ്വന്തം പിതാവിനെയും കൊലപ്പെടുത്തിയത് എന്ന സംശയവുമായി ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ കോർട്ട് മാസ്റ്ററായിരുന്ന രാജേഷ് ശർമ്മ അസുഖബാധിതനായി മരിച്ചതിന് പിന്നാലെ ആശ്രിത നിയമനമായി ഭാര്യ നീരജയ്ക്ക് LD ക്ലാർക്കായി ജോലി ലഭിച്ചു. എന്നാൽ ഈ ജോലി ആയുഷി ആഗ്രഹിച്ചിരുന്നതായും ഇതിനു വേണ്ടിയാകാം നീരജയെ കൊലപ്പെടുത്തിയത് എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അച്ഛനെ ഇല്ലാതാക്കിയ അത്ര ബുദ്ധിമുട്ടില്ല അമ്മയെ കൊല്ലാനെന്ന് ആയുഷി ഒരിക്കൽ അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആയുഷിയുടെ മുഖത്ത് തെല്ലുപോലും പശ്ചാത്താപമോ കുറ്റബോധമോ കണ്ടില്ല എന്നതും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ബന്ധുക്കളുടെ പുതിയ പരാതി സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് സത്യം വെളിച്ചത്ത് വരുമെന്നാണ് ബന്ധുക്കളും കരുതുന്നത്. ജൂലൈ 3-നാണ് ജയ്പൂരിലെ പ്രതാപ് നഗറിൽ വെച്ച് അമിത വേഗതയിലോടിയ ഒരു SUV കാർ ഇടിച്ച് നീരജ ശർമ്മ മരിച്ചത്. കാറിന്റെ ഇടിയിൽ ദൂരേക്ക് തെറിച്ചു വീണ നീരജ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന വാടക കൊലയാളിയായ ഹേമന്ത് ശർമ്മ എന്ന 20-കാരൻ അറസ്റ്റിലായതോടെയാണ് ഈ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. പോലീസ് പറയുന്ന വാദഗതികൾ പ്രകാരം ഹേമന്തിനെ 7 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്കെടുത്തത് ആയുഷി ശർമ്മയാണ്. ഹിറ്റ് ആൻഡ് റൺ കേസായി അമ്മയെ കൊലപ്പെടുത്താൻ ആയുഷിയാണ് അപകടം ആസൂത്രണം ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെ ആയുഷി ശർമ്മ, ആയുഷിയുടെ പിതൃ സഹോദരൻ മോഹൻ സ്വരൂപ് എന്നിവരടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയുഷി ആഗ്രഹിച്ചിരുന്ന അച്ഛന്റെ സർക്കാർ ജോലി അമ്മയ്ക്ക് കിട്ടിയതിന്റെ വൈരാഗ്യവും കുടുംബസ്വത്തും മോഹിച്ച് ആയുഷി അമ്മയെ കൊലപ്പെടുത്താൻ പദ്ധതി ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് അമ്മ നീരജയെ ആയുഷിയുടെ നിർദ്ദേശപ്രകാരം കാറിടിച്ച് കൊലപ്പെടുത്തിയത്. സർക്കാർ ജോലി നേടാൻ തടസ്സം നിന്ന് തന്റെ ഭാവി നശിപ്പിച്ചുവെന്ന് ആയുഷി അമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മരണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ മകളെ ഭയന്നിരുന്നതായി നീരജ തന്റെ സഹോദരനോട് പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നു. മരണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ മകളെ തനിക്ക് ഭയമുണ്ട് എന്ന് നീരജ തന്റെ സഹോദരനോട് പറഞ്ഞിരുന്നതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. നീരജയുടെ ഇതേ സഹോദരനായ രാകേഷ് ശർമ്മയാണ് ഇപ്പോൾ അച്ഛനെയും കൊലപ്പെടുത്തിയത് ആയുഷി ആയിരിക്കുമെന്ന സംശയം പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. നീരജയുടെ സഹോദരനും ആയുഷിയുടെ അമ്മാവനുമായ രാകേഷ് ശർമ്മയാണ് പുതിയ പരാതി നൽകിയത്. രാജസ്ഥാൻ ഹൈക്കോടതിയിലെ കോർട്ട് മാസ്റ്ററായിരുന്ന ആയുഷിയുടെ അച്ഛൻ വിജയ് ശർമ്മ അസുഖബാധിതനായി കഴിയവേ 2025 ഏപ്രിലിലാണ് മരിച്ചത്. 2024 മസ്തിഷ്കത്തിലെ രക്തസ്രാവത്തെ തുടർന്നാണ് വിജയ് ശർമ്മ കിടപ്പിലായത്. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ അസുഖം ഭേദമായി വിജയ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് ആയുഷിയും ബന്ധുവായ ബൽറാമും ചേർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. 3 മാസത്തോളം അജ്ഞാതമായ ഏതോ സ്ഥലത്തായിരുന്ന വിജയിനെ പിന്നീട് നിവിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ആയുഷി ബന്ധുക്കളെ അറിയിച്ചു. ഇതനുസരിച്ച് വിജയുടെ നില അതീവ ഗുരുതരമാണ് എന്നും ശരീരത്തിന് 90% കേടുപാടുകൾ സംഭവിച്ചതായും ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെ ആയുഷി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയും വൈകാതെ വീട്ടിൽ വെച്ച് വിജയ് മരിക്കുകയുമായിരുന്നു. അച്ഛന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സർക്കാർ ജോലി തനിക്ക് ലഭിക്കണമെന്ന് ആയുഷി ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല കുടുംബസ്വത്തുകൾ തന്റെ പേരിലേക്ക് മാറ്റണമെന്ന് ആയുഷി ആവശ്യപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു. ഇതെല്ലാം കൂട്ടിയിണക്കിയാണ് സർക്കാർ ജോലിക്കായി അച്ഛനെയും അമ്മയെയും ആയുഷി ഇല്ലാതാക്കിയതാകാമെന്ന് സംശയിക്കാൻ കാരണം. മരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഫീഡിംഗ് ട്യൂബ് വഴിയാണ് വിജയ്ക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. ഈ ട്യൂബ് നീക്കം ചെയ്ത് അച്ഛനെ കൊല്ലാൻ തനിക്ക് കഴിയുമെങ്കിൽ നിങ്ങളെയും എളുപ്പത്തിൽ ഇല്ലാതാക്കാനാകുമെന്ന് ആയുഷി നീരജയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് രാകേഷ് ശർമ്മ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം മരണം സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തനിക്കിനി 2 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന തരത്തിൽ നീരജ വാട്സാപ്പിൽ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തിരുന്നതായും രാജേഷ് പറയുന്നു. ആയുഷിയാണ് അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തിയത് എന്ന് സംശയം തോന്നുന്ന തരത്തിൽ ചില മൊഴികളും ചോദ്യം ചെയ്യലിനിടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
അമ്മ തന്നേക്കാൾ കൂടുതലായി ഭിന്നശേഷിക്കാരനായ തൻ്റെ സഹോദരനോട് വാത്സല്യം കാണിച്ചിരുന്നുവെന്ന തോന്നലിൽ അമ്മയോട് തനിക്ക് വെറുപ്പ് തോന്നിയിരുന്നതായി ആയിഷി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കസിൻ സഹോദരനായ ബൽറാമുമായി അമ്മയെ കൊല്ലാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്തതായി ആയിഷി സമ്മതിച്ചതായും പോലീസ് പറയുന്നു. കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളും അമ്മയോട് ആഴത്തിലുള്ള വിദ്വേഷവുമാണ് കൊലയ്ക്ക് പ്രേരണയായത് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. LLB അവസാന വർഷ വിദ്യാർത്ഥിനിയായ ആയിഷി നിയമപരമായുള്ള തൻ്റെ അറിവും കണക്കുകൂട്ടലുകളും കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആയിഷിക്ക് എല്ലാ സഹായവും ചെയ്ത ബന്ധു ബൽറാം ഇപ്പോഴും ഒളിവിലാണ്. വിജയ് ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും വിജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചേർക്കണോ അതോ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്ന് പോലീസ് തീരുമാനിക്കുക.